സഭാ നേതൃത്വത്തെയും മെത്രാന്മാരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് നടത്തിയ പ്രസ്താവനകൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. പൂഞ്ഞാറിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹം തന്റെ മകനും ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനുമായ ഷോൺ ജോർജിനെ പിന്തുണച്ചുകൊണ്ടാണ് സഭയ്ക്കെതിരെ രംഗത്തുവന്നത്. മെത്രാന്മാർക്കെതിരെ വളരെ രൂക്ഷമായിട്ടായിരുന്നു പി.സി. ജോർജിന്റെ കടന്നാക്രമണം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ നേരിട്ടുള്ള ആരോപണമാണ് പി.സി. ജോർജ് ഉന്നയിച്ചത്. ബിഷപ്പ് മഠങ്ങളിൽ വിളിച്ച് യു.ഡി.എഫിന് വോട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചുവെന്നും ഇത് അങ്ങേയറ്റം തെറ്റായ നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷോൺ എന്റെ മകനാണ്, അവൻ സത്യമേ പറയൂ എന്ന് വ്യക്തമാക്കിയ ജോർജ്, മെത്രാന്മാർ കാണിക്കുന്നത് ഊളത്തര മാണെന്നും പരിഹസിച്ചു. സഭയെയോ മെത്രാന്മാരെയോ ഭയപ്പെടുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മെത്രാന്മാർ രാഷ്ട്രീയം പറഞ്ഞാൽ അവരെ രാഷ്ട്രീയമായി തന്നെ നേരിടും. അവരോട് യാതൊരു ബഹുമാനവും കാണിക്കില്ല. പഴയതുപോലെ മെത്രാന്മാർ പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞു. പൂഞ്ഞാറിൽ സഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തത് താനാണെന്നും എന്നിട്ടും തനിക്കെതിരെ നിലപാടെടുത്തത് നന്ദികേടാണെന്നും അദ്ദേഹം ആരോപിച്ചു. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയെയും ജോർജ് വെറുതെ വിട്ടില്ല. ദീപിക പത്രം വായിക്കുന്നവന് വട്ടാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. സഭയെന്നാൽ മെത്രാന്മാർ മാത്രമല്ലെന്നും സഭയെ തെറ്റായ വഴിക്ക് നയിക്കുന്നവരെ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്ന് മാത്രമല്ല, വിദേശ ഫണ്ട് നിയന്ത്രണ നിയമവുമായി FCRA ബന്ധപ്പെട്ട ആശങ്കകളെ ജോർജ് തള്ളിക്കളഞ്ഞു. വിദേശത്തുനിന്ന് വരുന്ന പണത്തിന് കൃത്യമായ കണക്ക് നൽകുന്നതിൽ സഭ എന്തിനു മടിക്കണം? കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ സഭയോട് വിട്ടുവീഴ്ചാപരമായ നിലപാട് സ്വീകരിച്ചിട്ടും സഭാനേതൃത്വം അനാവശ്യമായി എതിർക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ബില്ലിനെ പേടിയുള്ളവർക്ക് വീട്ടിലിരിക്കാമെന്നും നിയമം നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും ജോർജ് ഉറപ്പിച്ചു പറഞ്ഞു. ശക്തമായ എതിർപ്പുകൾക്കിടയിലും പൂഞ്ഞാറിൽ താൻ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ബി.ജെ.പിയുടെ ലക്ഷ്യം എല്ലാ വിഭാഗങ്ങളെയും മാന്യമായി കാണുക എന്നതാണെന്നും എന്നാൽ തങ്ങളെ വേണ്ടാത്തവരെ തങ്ങൾക്കും വേണ്ടെന്ന നിലപാടാണ് ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ കത്തോലിക്ക സഭ നേരത്തെ തന്നെ വിമർശിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമം നടന്നുവെന്നും മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ നിർവചിക്കപ്പെടുന്നതെന്നും സഭ മുഖപത്രം നിരീക്ഷിച്ചിരുന്നു. ഇതിനുള്ള മറുപടി കൂടിയാണ് പി.സി. ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ രൂക്ഷമായ